ഒറ്റയ്ക്ക് ജീവിതത്തെ നേരിടുന്നവർക്ക് കൂടെ നിൽക്കുന്ന ആരുമില്ല, നിഴലുമില്ല, ദിശയുമില്ല, ലക്ഷ്യവുമില്ല. അവരുടെ ജീവിതത്തിലുള്ളതെല്ലാം ദൈവം മാത്രമാണ്. അവർക്ക് സ്വത്തുക്കളോ സമ്പത്തോ ഒന്നുമില്ല. അവരെ പിന്തുണയ്ക്കാൻ ആരുമില്ല. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുമില്ല. അവർക്കൊരു കൂട്ടുകാരനുണ്ടെങ്കിലും ശ്രദ്ധിക്കാത്ത ഭർത്താക്കന്മാരും ഉണ്ടാകും. ചിലപ്പോഴൊക്കെ വിവാഹവേദിയിലെടുത്ത വാഗ്ദാനങ്ങളെല്ലാം മറന്നു പോകുന്നവരുണ്ടാവും. ഒറ്റയ്ക്ക് വിട്ടു പോവുകയും ചെയ്യും. ചിലർ ജീവിച്ചിരിക്കുന്നു, പക്കൽ തന്നെ ഇരിക്കാം, പക്ഷെ അതിൽ യാതൊരു പ്രയോജനവുമില്ല. ചിലർ കിടക്കയിൽ കിടന്ന് നിർപ്രയോജനരാവുകയും ചെയ്യുന്നു. അവരെ പരിചരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഭർത്താവിനെ സേവിക്കേണ്ടി വരുന്ന സ്ത്രീകളുമുണ്ട്. ഭർത്താവ് എന്നത് ഭാര്യയും കുട്ടികളും പോഷിപ്പിക്കുന്നവനാണ്. ഭാര്യയും കുട്ടികളും ഭരിക്കുന്നവനാണ് ഭർത്താവ്. ഭർത്താവ് എന്ന പേരിന് അതാണ് അർത്ഥം. പക്ഷെ ഭർത്താവാണ് ഭാരമായി മാറിയാൽ അത്തരത്തിലുള്ള സ്ത്രീകൾ എവിടേക്ക് നോക്കണം? അവർക്ക് ആശ്രയമാരാണ്, ആധാരമാരാണ്. ചില ഭർത്താക്കന്മാർ വളരെ ക്രൂരമായി പെരുമാറുന്നു. റോഡിൽ ചിന്തക്കായകൾ അടിക്കുന്നത് പോലെ അടിക്കാറുണ്ട്. അടിച്ച് അവരെ അനാരോഗ്യത്തിലാക്കുന്നു. നിങ്ങൾക്കിത് പുറത്തു പറയാൻ കഴിയില്ല. ഇവർക്ക് വീട്ടിൽ പറഞ്ഞാലും അത്രയ്ക്ക് ശ്രീകാരമുണ്ടാകില്ല. നിന്റെ ജീവിതം നീ തന്നെ ജീവിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ പേര് കളയരുതെന്നാണ് പറയുന്നത്. അത്തമ്മയുടെ വീട്ടിലും ജന്മ വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലും എവിടെയും ആധാരമില്ലാതെ. അതിനാലാണ് പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഏഷ്യ 54 പറയുന്നത്, കാറ്റുകൊണ്ട് ഇങ്ങുമങ്ങും തള്ളപ്പെടുന്നതളെ പോലെ. നിന്റെ ആചാരങ്ങൾ കൊണ്ട് ഞാൻ കെട്ടിപ്പിടിക്കാനാവില്ലെങ്കിൽ കെട്ടിപ്പിടിക്കാം. നിങ്ങൾ ചിന്തിക്കും ഇതെങ്ങനെ സാധ്യമാണ് എന്ന്. പക്ഷേ ദൈവത്തിൽ അത്രയും വിശ്വാസമുള്ളവർക്കെല്ലാം എല്ലാം സാധ്യമാണ്.